നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കാം കേട്ടോ. അതായത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് ഒക്കെ ഇടുന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്താ പറയുക, വർക്കൗട്ടിന് ശേഷം ഒക്കെ കഴിക്കാൻ പറ്റണ ഒരു സ്മൂത്തിയാണിത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴമാണ് കേട്ടോ. ഇതിപ്പോൾ റോബസ്റ്റ പഴമാണ്, ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പഴം ഒന്ന് നമുക്ക് മുറിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ മധുരമൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടത്. പക്ഷെ എന്നാൽ മധുരം ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കപ്പലണ്ടി വറുത്തതാണ് ചേർക്കുന്നത്. 1/3 കപ്പ് കപ്പലണ്ടി വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 15ഓളം ബദാം അല്ലെങ്കിൽ ആൽമണ്ട്സ് ചേർക്കുന്നുണ്ട്. ഒരു 7-8 കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ റൈസിൻസ് അല്ലെങ്കിൽ കിസ്മിസ് കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് ഓട്സ് പൗഡറാണ് കേട്ടോ. സാധാരണ ഓട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, മുഴുവനോട് കൂടി ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വറുത്ത് പൊടിച്ചതാണ്. ഒരു ടീസ്പൂൺ അളവിൽ എള്ള്, ഇതിപ്പോൾ കറുത്ത എള്ളാണ് കേട്ടോ. കറുത്തതോ വെളുത്തതോ ഏതോ ആണെങ്കിലും ഉപയോഗിക്കാം. ഒരു ടീസ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ്സ്, ഇതും വറുത്തത് തന്നെയാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ്സിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. അതുപോലെ സീഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 5 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇപ്പോൾ ഹാർഡായിട്ടുള്ള ടൈപ്പ് ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. പിന്നെ പഴവും ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ളൊരു മധുരം ഉണ്ടാവും. വേറെ എക്സ്ട്രാ പഞ്ചസാരയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കുരു കളഞ്ഞ ഡേറ്റ്സ് മുഴുവനായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. 1/2 ടീസ്പൂൺ അളവിലാണ് കൊക്കോ പൗഡർ ചേർക്കുന്നത്. ഇത് അൺസ്വീറ്റൻ കൊക്കോ പൗഡറാണ്. ഇതിലേക്ക് ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. പാലിനങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കൺസിസ്റ്റൻസിയിലായി വരാൻ വേണ്ടിയിട്ടുള്ളൊരു പാല്. ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ട് അതിന് ശേഷം പാല് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാൻ 1 കപ്പോളം അളവിൽ പാല് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിലൊരു 1.5 കപ്പോളം അളവിൽ പാൽ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പാസ്ചറൈസ്ഡ് മിൽക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. ബദാം കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പശുവിൻ പാൽ നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിനുള്ളൊരു മധുരം ഉണ്ട് കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു രീതിയിലുള്ള ഒരു സ്മൂത്തി തന്നെയാണ്. കണ്ടില്ലേ, ഒരു വലിയ ഗ്ലാസ് നിറയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ എന്താ പറയുക, ടോപ്പിങ്സ് ആയിട്ട് നമുക്ക് നട്ട്സ് കട്ട് ചെയ്തതോ അങ്ങനെ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമുക്കിത് കുടിക്കാവുന്നതുള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരമൊക്കെ കഴിക്കാവുന്നതുള്ളൂ. കുറേ സമയത്തേക്ക് നമുക്ക് പിന്നെ വിശപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഫില്ലിങ്ങോട് കൂടിയുള്ള സംഭവമാണ്. അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് നട്ട്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മിതമായിട്ടുള്ള രീതിയിൽ എടുക്കുക. അതുപോലെ എള്ള് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം.